ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അങ്ങ് കൈരളിയുടെ മാധ്യമപ്രവർത്തകനാണല്ലോ. ഇപ്പോൾ ഇത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങേക്ക് പരിശോധിക്കാം. അതായത് ഈ ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ, ഒരുപാട് വേണ്ട, മുഖ്യമെന്നാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകളും ചില ഉത്തരവാദിത്തപ്പെട്ട MLA-മാരും പറയുന്നത്, 1 രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈരളിയുടെ മാധ്യമപ്രവർത്തനം അങ്ങേക്ക് തരാം, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പം രാജിവെച്ചിട്ട് അങ്ങേക്ക് കത്ത് തരാം. അത് അങ്ങേക്ക് ഫ്ലാഷ് ന്യൂസായിട്ട് കൊടുക്കാനുള്ള സാധ്യത. 1 രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഒരുപാട് വേണ്ട, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നിങ്ങളുടെ കത്ത് തരാം. വയനാട് വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം ചെയ്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ബാങ്ക് രേഖകൾ സമർപ്പിക്കാമെന്നാണ് പറയുന്നത്. ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്തിട്ടില്ല, പിൻവലിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ വിവിധ കോണുകളിൽ നിന്നടക്കം സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ശേഖരിച്ച പണം ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആരാണ് പൈസ നിക്ഷേപിച്ചത് എന്നുള്ള ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്.